ഇറാന്റെ ആണവ കേന്ദ്രം ഞങ്ങൾ തകർത്തു. ഇനി അവർക്ക് അവിടെ ആണവ സമ്പുഷ്ടീകരണം നടത്താൻ സാധിക്കില്ല എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദമുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു റിപ്പോർട്ട് അന്താരാഷ്ട്ര ആണവ ഏജൻസി ഇപ്പോൾ മുന്നോട്ട് വെക്കുകയാണ്. ഇറാനിൽ ആണവ കേന്ദ്രത്തിൽ US നടത്തിയ ബങ്കർ ബ്ലസ്റ്റർ ബോംബാക്രമണത്തിൽ ഇറാന്റെ ആണവ പദ്ധതിക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും ഇല്ല എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയായ IAEAയുടെ മേധാവി റഫായേൽ ഗ്രോസി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആണവ കേന്ദ്രം പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. നേരത്തെ ഇറാനും പെന്റഗൺ ഇന്റലിജൻസും ഇത് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ കേന്ദ്രം പൂർണ്ണമായി തകർത്തു എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇറാൻ ഇനി ആണവ ബോംബ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് ട്രംപും US ഭരണകൂടവും വ്യക്തമാക്കിയത്. എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിൽ US ബോംബിട്ടതിനെ തുടർന്നുള്ള നാശനഷ്ടം പെരുപ്പിച്ചു കാട്ടുകയാണ് എന്നായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയിയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. തുറന്നു പറഞ്ഞാൽ അവിടെ എല്ലാം തകർത്തു എന്ന് പറയാനോ ഇനിയൊന്നും ശേഷിക്കുന്നില്ല എന്ന് പറയാനോ കഴിയില്ല എന്നായിരുന്നു ഖാംനെയിയുടെ പ്രസ്താവന. ജൂൺ 13-നാണ് ഇസ്രായേൽ ആദ്യമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. 3 ആണവ കേന്ദ്രത്തിനും സമീപത്തെ കെട്ടിടത്തിൽ ബോംബിടുകയായിരുന്നു. എന്നാൽ പിന്നീട് അമേരിക്കയാണ് ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ആണവ കേന്ദ്രത്തിന് സമീപം വർഷിക്കുന്നത്. ഒരു മാസം കൊണ്ട് തന്നെ ഇറാന് അറ്റകുറ്റപ്പണി നടത്തി ആണവ ബോംബുണ്ടാക്കാൻ കഴിയും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് ആണവോർജ ഏജൻസി തന്നെ പറയുന്നത്. നേരത്തെ ഒരു മാസത്തിനകം ഇറാന് ആണവ ബോംബ് നിർമ്മിക്കാൻ കഴിയും എന്നായിരുന്നു പെന്റഗൺ ഇന്റലിജൻസ് വ്യക്തമാക്കിയിരുന്നത്. ഇറാൻ ആണവ സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് പോയാൽ വീണ്ടും ബോംബിടുമെന്നും അമേരിക്ക ഭീഷണി മുഴക്കിയിരുന്നു. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുമായി ചർച്ച ചെയ്ത് വിദേശകാര്യമന്ത്രി S ജയശങ്കർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും അമേരിക്കക്കും ഇസ്രായേലിനും എതിരെ നടത്തിയ സമീപകാല ആക്രമണങ്ങളെ തുടർന്ന് പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടിയ സംഘർഷ സാഹചര്യത്തിലുമൊക്കെയാണ് ഇന്ത്യയും ഇറാനും ചർച്ച നടത്തിയത് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കപ്പെടുന്നത്. ഫോൺ സംഭാഷണത്തിനിടെ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ജയശങ്കർ സ്വാഗതം ചെയ്യുകയും പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നുമുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇന്ത്യക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നേരത്തെ ഇറാൻ അവരുടെ ആശംസാ സന്ദേശം അയക്കുകയും ചെയ്തിരുന്നു.